ഭാരതം വിശ്വഗുരു ആവും. മോദിജി പറയുന്നത് തന്നെ, മോദിജിക്ക് ഒരു കണക്ക് നോക്കിയാൽ ഈ പാർലമെന്റിന്റെ പുറത്തൊക്കെ ഈ മയിലിന്റെ ചിഹ്നത്തിലും ഈ പഴനിയിൽ നിന്ന് അദ്ദേഹം ഈ ദണ്ടുണ്ടല്ലോ ചെങ്കോല് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഭാരതം വിശ്വഗുരു സ്ഥാനത്തേക്ക് വരും. അദ്ദേഹത്തിനെ പോലെ ഇനിയും അനേകം ആചാര്യന്മാരും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വരുന്നു. കാരണം ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരുടെ കയ്യിലായിരിക്കും ഭരണം വരാനായിട്ട്. യഥാർത്ഥത്തിൽ മുരുകയുഗം എന്ന് പറയുന്നത് അതാണ്. ലോകത്തിന് മൊത്തവും അടക്കി ഭരിച്ച ഒരു അധിപൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ. ഈ സുബ്രഹ്മണ്യന്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും 100% ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ. മുരുകയുഗം എന്ന് പറയുന്നത് മുരുകൻ ബ്രഹ്മാവ് ശിവനെ കാണാനായിട്ട് കൈലാസത്ത് വരികയാണ്. അപ്പോൾ 2 കുട്ടികൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു, ഗണപതി മുരുകൻ. ബ്രഹ്മാവ് കുട്ടികളെ അങ്ങ് ഗവനിച്ചില്ല. അവർ നേരെ അങ്ങ് ശിവനെ കാണാനായിട്ട് പോയി. അപ്പോൾ ഭഗവാനെ വിളിച്ചു, എന്താണ് നീ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോവാ? ഗണപതി പറഞ്ഞു, നീ ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഈ നൂറ്റാണ്ടിലൊന്നും അതൊന്നും ആ ഭക്തി എന്ന് പറയുന്ന എല്ലാം ഒരുപാട് പ്രകസനങ്ങൾ. നമ്മൾ പറയുന്നത് ഈ സത്യയുഗം, ദ്വാപരയുഗം. അപ്പൊ സത്യയുഗത്തിലാണ് ഏറ്റവും കൂടുതൽ ദൈവവും മനുഷ്യനും ഒരുമിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. അവര് ദൈവം നേരിട്ട് വന്ന് സംസാരിക്കും. പല ഈ തെങ്ങ് പോലും ചാഞ്ഞ് താഴേക്ക് വരും, തേങ്ങ പറിക്കേണ്ട എന്നൊക്കെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇനി വരുന്നത് മുരുകയുഗമാണ് എന്നാണ് പറയുന്നത്. അത് സത്യയുഗമായിട്ടും ഈ കൽക്കി അവതാരമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നു? മുരുകയുഗം എന്ന് പറയുന്നത് മുരുകൻ ബ്രഹ്മാവ് ശിവനെ കാണാനായിട്ട് കൈലാസത്ത് വരികയാണ്. അപ്പോൾ 2 കുട്ടികൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു, ഗണപതി മുരുകനും. ബ്രഹ്മാവ് കുട്ടികളെ അങ്ങ് ഗവനിച്ചില്ല. അവർ നേരെ അങ്ങ് ശിവനെ കാണാനായിട്ട് പോയി. അപ്പോൾ ഭഗവാനെ വിളിച്ചു, എന്താണ് നീ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോവാതെ? ഗണപതി പറഞ്ഞു, നീ കൂടുതലായിട്ട് ചോദിക്കുന്നത് ബ്രഹ്മദേവനാണ്, സൃഷ്ടി ചെയ്യുന്ന ആളാണ്. അല്ല, എന്തായാലും നീ ചെറുതായാലും വലുതായാലും നീ എന്നെ ഒന്ന് മാനിച്ചില്ല, എന്താണെന്ന് ചോദിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ, നിങ്ങൾ ആരാണ്? ഞാൻ ബ്രഹ്മാവാണ്. നിങ്ങളുടെ തൊഴിൽ എന്താണ്? അത് സൃഷ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടി നടത്തുന്നത്? അപ്പോൾ ഞാൻ പ്രണവത്തിന് അടിസ്ഥാനത്തിലാണ് സൃഷ്ടി നടത്തുന്നത്. പ്രണവം എന്നാൽ എന്താണ്? അകാരം ഉകാരം അകാരങ്ങൾ കൊണ്ടുള്ള പ്രണവം. ഈ പ്രണവത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മദേവനും അത് പറയാനുള്ള വാക്കില്ല, അറിഞ്ഞൂടാ. അപ്പോൾ പ്രണവത്തിന്റെ പൊരുളറിയാതെ നീ എന്ത് സൃഷ്ടിയാണ് ചെയ്യുന്നത്? അപ്പൊ നിന്റെ സൃഷ്ടികളെല്ലാം അങ്ങനെയുള്ള സൃഷ്ടികളാവില്ലേ? ഉടനെ തലയിൽ അദ്ദേഹം കൈവച്ച് കൊട്ടുകയും പിടിച്ച് ജയിലിൽ അടക്കുകയും ചെയ്തു. കാരാഗ്രഹത്തിൽ അടച്ചു മുരുകൻ ബ്രഹ്മാവിനെ കാരാഗ്രഹത്തിൽ അടച്ചു. ഇപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവിന്റെ മുഖത്തുണ്ടാവുന്ന കോപത്തിൽ നിന്നാണ് ബ്രഹ്മരാക്ഷസൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനൊക്കെ ഉണ്ടായത്. അതൊക്കെ വേറെ കഥയാണ്. അപ്പോൾ ഈ ബ്രഹ്മാവ് ചിറയിൽ കിടന്ന സമയത്ത് മുരുകൻ സൃഷ്ടി ഏറ്റെടുത്തു. അങ്ങനെ മുരുകൻ ഒരു ദശലക്ഷക്കണക്കിന് ആൾക്കാരെ, ഏകാദശ രുദ്രന്മാരെന്ന് പറയും, അവരെ സൃഷ്ടിച്ചു. ഇവരെല്ലാം തികഞ്ഞ ഉത്തമന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഭൂമിയിൽ ഉത്തമന്മാർ കൂടിയ സമയത്ത് മരണമില്ലാതായി മാറി. അപ്പോൾ ഈ സൃഷ്ടി സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. അതിനുശേഷം യഥാർത്ഥത്തിൽ ബ്രഹ്മദേവന്റെ രീതിയിലുള്ള സൃഷ്ടിയാണ് ഈ ഭൂമിക്ക് ആവശ്യം, അല്ലാതെ ഉത്തമന്മാരെ അല്ല എന്ന് മനസ്സിലാക്കി ശിവൻ വീണ്ടും ബ്രഹ്മാവിനെ കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിച്ച്, അപ്പൊ ഈ ഉത്തമന്മാരായിട്ടുള്ള സൃഷ്ടി എന്ന് പറയുന്ന ആൾക്കാർ അവര് തന്നെയാണ് ഉത്തമമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഒരു സങ്കല്പം. അത്രയ്ക്കും ജനങ്ങളെ ഭഗവാൻ ഭക്തിയിലോട്ട് മാറ്റുക. എല്ലാവരും ഈ പല ദോഷങ്ങളിൽ നിന്ന് മാറ്റി, ഇപ്പൊ കാണുന്ന ഒരുപാട് കാണുന്ന കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ മാറി എല്ലാവരെയും ഒരു തികഞ്ഞ ഉത്തമന്മാരാക്കി മാറ്റുവാനായിട്ട് ഉള്ളൊരു യുഗം തന്നെയാണ് ഈ മുരുകയുഗം. അപ്പോൾ ഈ മുരുകന്റെ നാമങ്ങൾ കൂടുതൽ എല്ലാവരെ കൊണ്ടും ജപിപ്പിക്കുക, അദ്ദേഹത്തിന് ഈ ദാനധർമ്മങ്ങളും ഈശ്വരനാമ ജപവും, ഇതാണ് ഏറ്റവും പ്രധാനം. അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. മാക്സിമം ഒരുപാട് രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന മുരുകാരാധനയൊക്കെ നഷ്ടപ്പെട്ടു പോയിന്ന്, അതുപോലെ ആ ആരാധനയെല്ലാം തിരികെ വരിക. ഈ പറഞ്ഞ സത്യയുഗം പോലെ ഈ തെങ്ങ് തനിയെ താഴെ വരും, തേങ്ങ പറിക്കുക, അത് അത്രയും നിർമ്മലമായ അവസ്ഥയായിരുന്നു. അതുപോലെ തിരിച്ചു വരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ യുടെ യുഗത്തിലാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കലിയുഗത്തിന്റെ ശേഷമാണ് ഈ പറയുന്ന മുരുകയുഗം എന്ന് പറയുന്നത്, കലിയുഗത്തിന്റെ അവസാനം. ഈ യുഗത്തിൽ നടക്കുന്ന ഈ മനുഷ്യരുടെ ചെറുപ്പക്കാർ പോലും ഈ അതിൽ പറയുന്ന അരുതാത്ത കാര്യങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുഗത്തിൽ കള്ളസ്വാമിമാർ ഒരുപാട് ഉണ്ടാവുന്ന ഗോരക്കർ സിദ്ധരുടെ ചന്ദ്രരേഖ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഗോരക്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവചനം. ഏത് വർഷമായിരുന്നു ഈ ഗോരക്കർ? ഗോരക്കർ എന്ന് പറയുന്നത് ബോഗർ സിദ്ധ പാരമ്പര്യം, ക്രിസ്തുവിനൊക്കെ 3000 വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് ഗോരക്കറുടെയൊക്കെ
അന്ന് ഈ ഇപ്പൊ അദ്ദേഹം എഴുതി വെച്ചു. അതെ ഓരക്കർ ചന്ദ്രരേഖ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളിൽ പറയുന്നതിനേക്കാളും മുമ്പാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അത് ഭൂമിയിൽ ഈ യുഗത്തില് മുക്കടൽ സംഗമമായ കുമരിയിൽ നിന്നും, അതാണ് ഈ നമ്മുടെ കുമരി കണ്ടം, ഈ കുമരിയിൽ നിന്നും ഒരു യോദ്ധാവ് ഉയർന്നു വരും, അവൻ ലോകത്തെ ഭരിക്കുമെന്ന്. നമ്മുടെ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോ നമ്മുടെ മോദിജി വിവേകാനന്ദ പാറയിലൊക്കെ തപസ് ചെയ്തു, കന്യാകുമാരി തന്നെയാണ് തപസ് ചെയ്തത്. അദ്ദേഹം വീണ്ടും അവിടുന്ന് ആ ചാർജ് ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും വരികയാണ്. അതെ, യഥാർത്ഥത്തിൽ മുരുകയുഗം എന്ന് പറയുന്നത് അതാണ്. ലോകത്തിന് മൊത്തവും അടക്കി ഭരിച്ച ഒരു അധിപൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ. ഈ സുബ്രഹ്മണ്യന്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും 100% ഇനിയുള്ള അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ. ഭാരതത്തിന്റെ എന്നല്ല, ഭാരതത്തിന്റെ ലോകത്തിനെ തന്നെ നിയന്ത്രിക്കേണ്ട ഒരു സംഭവമാണ്. ഭാരതം വിശ്വഗുരു സ്ഥാനത്തേക്ക് വരും. വരും, തീർച്ചയായിട്ടും വരും. ഭാരതം വിശ്വഗുരു സ്ഥാനത്തേക്ക് വരും. അദ്ദേഹത്തിനെ പോലെ ഇനിയും അനേകം ആചാര്യന്മാരിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വരുന്നു. കാരണം ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരുടെ കയ്യിലായിരിക്കും ഭരണം വരാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതല്ല. അതേപോലുള്ള ഇപ്പം പല കുടുംബങ്ങളിലും ഒരു നാമജപമോ നമ്മുടെ ഈശ്വരന്റെ കാര്യങ്ങളോ ഒന്നും ഒരു കുട്ടികൾക്ക് ഒന്നും തന്നെ അറിയില്ല. എല്ലാവരും ഇപ്പൊ ഭയങ്കര എൻജോയ്മെന്റിന് പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നല്ല, നല്ല രീതിയിൽ ജീവിക്കുക, ഉത്തമന്മാരായി ജീവിക്കാനുള്ളൊരു ഉദ്ദേശമാണ് ഈ മുരുകയോഗം കൊണ്ട് പ്രധാനമായിട്ടും പറയുന്നത്. അത് തിരികെ വരും, തീർച്ചയായിട്ടും വരും. അതിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ്. ഭാരതം വിശ്വഗുരു ആവും. മോദിജി പറയുന്നത് തന്നെ, മോദിജിക്ക് ഒരു കണക്ക് നോക്കിയാൽ ഈ പാർലമെന്റിന്റെ പുറത്തൊക്കെ ഈ മയിലിന്റെ ചിഹ്നത്തിലും ഈ പഴനിയിൽ നിന്ന് അദ്ദേഹം ദണ്ടുണ്ടല്ലോ, ചെങ്കോല് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോസ് ചെങ്കോലാണ് ആദ്യം പാർലമെന്റിനകത്ത് അദ്ദേഹം കൊണ്ടുവന്ന്. അന്ന് ഒരുപാട് വിവാദമായി. അപ്പം അന്ന് തമിഴ്നാട്ടിലുള്ളവർക്ക് അഭിമാനത്തിന്റെ ദിവസവും കേരളം അടക്കമുള്ള ചില സ്ഥലത്ത് അഭിമാനം ഇല്ലാത്തൊരവസ്ഥ. കാര്യം എന്തിനാണ് ഈ ഒരു ദണ്ട് ഒരു മതത്തിന്റെ ചിഹ്നം കൊണ്ട് അവിടെ വെക്കേണ്ട കാര്യം എന്നൊക്കെ ചോദിച്ചു. ഒരിക്കലും മതം എന്നുള്ള രീതിയിൽ അത് എടുക്കരുത്. കാരണം ഭാരതീയ സംസ്കാരം, ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതൊരു മതമല്ല, ഹൈന്ദവ സംസ്കാരമാണ്. സംസ്കാരത്തിൽ ഇല്ലാത്ത എന്നത് ഈ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് BJP ഒഴികെയുള്ള അല്ലെങ്കിൽ അത്തരം സനാതന ധർമ്മത്തെ ഉൾക്കൊള്ളുന്ന പാർട്ടിക്കാരൊഴികെയുള്ളവർ എന്നത് മനസ്സിലാക്കും. അവർക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആരും അത് അറിയാത്ത ഭാവത്തിലിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് കാര്യം അറിയാം. നിലനിൽപ്പ് പ്രശ്നമായതുകൊണ്ട് അവരങ്ങനെ അങ്ങനെ നിൽക്കുന്നു. അവര് നിന്ന് കഴിഞ്ഞാൽ എത്ര കാലം അവർക്ക് നിൽക്കാൻ പറ്റും? അവരെല്ലാം ഇത് അവരുടെ മനസ്സിലാക്കുന്ന ഒരു യുഗ സംഭവം ഉണ്ടാവും, ഉടനെ തന്നെ ഉണ്ടാവും. കാരണം ഇവരൊക്കെ ഇപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും വൈകുന്നേരം എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എവിടെയെങ്കിലുമൊക്കെ മുണ്ടിട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ്. ഒരുപാട് താളി ചെമ്പോലെയൊക്കെ പല വീട്ടിൽ നിന്നും പിടിച്ചെടുത്തതാണ് ഈ പല ഭരണാധികാരികളുടെ വീടുകൾ. അത് നമുക്ക് അനുഭവമാണ്, നമ്മൾ വാർത്തകൾ കേട്ടതാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും തത്വത്തിൽ ഇവർ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. കാരണം കൂടുതൽ നമ്മുടെ സ്വാമിമാരെയും ഈ ഗോരക്കർ പറഞ്ഞ പോലെ, ചന്ദ്രരേഖ പറഞ്ഞ പോലെ കള്ളസ്വാമിമാർ ഒരുപാട് പേര് വരും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരുപാട് നല്ല ആൾക്കാരെ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഒരുപാട് 100-ൽ ഒരു 90% നല്ല ആൾക്കാരും ഒരാൾ തെറ്റിദ്ധാരണമായിട്ട് ഇതേപോലുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ അവരുടെ കണ്ണിലാണ് ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ഹിന്ദു സംസ്കാരത്തിനെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വെച്ചിട്ട് അവർ ഇത്രയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ഇടയിലും ഒരുപാട് ആൾക്കാരുണ്ട്, ഈ അന്ധവിശ്വാസ അനാചാരങ്ങൾ ഒരുപാട് പേരുണ്ട്. അവര് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. കൂടുതലും ജനങ്ങളുടെ ഇടയിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആചാരങ്ങൾ നമ്മൾ നിലനിർത്തണം. ഞാൻ പറയുന്നു, പണ്ട് കാലത്തുള്ള ഗുരുതി പൂജകൾ, കൊടുതികൾ, നാട്ടുകൾ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ആചാരങ്ങൾ സംരക്ഷിക്കണം. അല്ലാതെ അത് അനാചാരമായിട്ട് മാറരുത്. ആചാരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള നമ്മുടെ എല്ലാ മനുഷ്യരും ഇതിനെക്കുറിച്ചുള്ള ഈശ്വരം പ്രാർത്ഥനയുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമാണ്. പലപ്പോഴും ഈ നമ്മൾ സയന്റിഫിക് ആയിട്ട് പലതും തെളിയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കുറവുണ്ട്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ അല്പജ്ഞാനികളാണ് അത് കൂടുതൽ. ഒന്നുകിൽ അതിന് പോകാതിരിക്കുക, അല്ലെങ്കിൽ മുതിരാതിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അതും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ ഈ തലമുറയ്ക്ക് ഇത് മനസ്സിലായി. ഇന്നത്തെ തലമുറ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. അവർ ചോദിക്കുകയാണത് എന്തിന് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ അത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും അവർക്ക് പറ്റാത്തത്? അവർക്ക് ഈ പറഞ്ഞ പോലെ അല്പജ്ഞാനം തന്നെയാണ്. കുട്ടികളൊക്കെ ചോദിക്കും, എന്തിന് ദൈവത്തിനെ തൊഴാൻ കോവിലിൽ പോയാൽ മതിയോ, കോവിലിൽ എന്തിനും പോകണം, വീട്ടിലും തൊഴുതാലും ദൈവം വരില്ലേ എന്നവർ ചോദിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ള രീതി ഉണ്ടാവണം. നമുക്കിപ്പോൾ ദാഹിച്ചാൽ വെള്ളം കോരി കുടിക്കാനായിട്ട് നമുക്കൊരു കിണർ കുടിച്ച് വെള്ളം കുടിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മളൊരു പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കും. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിനെ കാണണമെന്നൊക്കെ പുരോഗമനം സംസാരിക്കുന്നവർ 12 വർഷം ഒരു വ്യാഴവട്ടക്കാലം തപസ് ചെയ്യുമ്പോഴാണ് ഒരു യോഗിയായി തീരുന്നത്, അല്ലെങ്കിൽ അവന് ദൈവത്തിനെ തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഈ 12 വർഷം ധ്യാനം ചെയ്ത് ഇവനെ ദൈവത്തിനെ കാണുന്നതിനേക്കാളും
ആ ക്ഷേത്രത്തിൽ ഷടാധാര പ്രതിഷ്ഠ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയാൽ അവന് ആ പോസിറ്റീവ് എനർജി കിട്ടുമെങ്കിൽ അവിടെ പോകണം. പെട്ടെന്ന് കിട്ടുന്ന അല്ലാതെ അവിടെ ഈശ്വരൻ ഇരിക്കുന്നതല്ല, അമ്പലത്തിൽ ഈശ്വരനില്ല. അതൊരു കോൺസെൻട്രേറ്റിംഗ് പോയിന്റ് ആണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ആ പോയിന്റിൽ പോകുമ്പോൾ നമുക്ക് ആദ്യം ചെന്ന് കയറുന്ന സമയത്ത് നമുക്ക് അതിന്റെ എനർജിയിലൂടെ നമുക്ക് പഞ്ചഭൂതങ്ങളിലായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ നഗ്നപാതരായിട്ട് പോകുമ്പോൾ കാലിലൂടെ ആദ്യം ഈ പോസിറ്റീവിനെ വരും. രണ്ടാമത് അവിടുത്തെ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ചെവിയിലൂടെ വർക്ക് ചെയ്യുന്നു. രണ്ടാമത് മണങ്ങൾ കൊണ്ട് നമ്മുടെ നാസാരന്ധ്രങ്ങൾ വഴി അത് ഉത്തേജിക്കപ്പെടുന്നു. മൂന്നാമത് എള്ളെണ്ണ ഒഴിച്ച വെളിച്ചം കണ്ട് കണ്ണുകളിലൂടെയും പോസിറ്റീവ് ഉണ്ടാവുന്ന സമയത്ത് അവസാനം ദർശനം തീർത്ത് തുളസി തീർത്ഥം കുടിക്കുന്നതോടുകൂടി ഔഷധം സേവിക്കുന്നതോടുകൂടി ബോഡി ഒരു പോസിറ്റീവ് അവസ്ഥയിലോട്ടാകും. അവിടെ മനസ്സ് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഈ ശരിക്കും പ്രാർത്ഥനാലയങ്ങളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് കേന്ദ്രങ്ങളാണ്. പോസിറ്റീവ്നെസ് മാത്രം കിട്ടുന്ന സ്ഥലമായി നമ്മൾ ആണ്. ഇപ്പം ഈ ആലിന്റെ മൂട്ടിലൊക്കെ ചെന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ശുദ്ധവായു കിട്ടുമെന്നൊക്കെ പറയുന്നത് ഈ പകൽ സമയത്തൊക്കെ. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ഈ ആലും അങ്ങനെയുള്ള ഈ നാഗക്കാവുകളൊക്കെ ഉണ്ട്. ഇന്ന് പക്ഷേ അത് പലതും ഇല്ല. യഥാർത്ഥത്തിൽ കാവ് എന്നുള്ള സമ്പ്രദായവും ക്ഷേത്രമൊക്കെ വേറെ വിഭിന്നമാണ്. കാവ് നമുക്ക് ഇതീ പറഞ്ഞതുപോലെ ഇന്ന് അല്പം മനസ്സമാധാനത്തോട് ചെന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കൂടുതൽ എൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്ന ഒരു ആശ്രമ അന്തരീക്ഷം എന്ന് പറയുന്ന വരുന്നവർക്ക് എല്ലാവർക്കും അവിടെ ഷടാധാര പൂജയൊന്നുമല്ല, അവനവന് വന്നിരിക്കുക, അല്പം നേരം നാമം ജപിക്കാനുള്ള ഒരു മനസ്സ് ഏകാഗ്രമാക്കുന്ന ഒരവസ്ഥ, ഒരു നേരം എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരവസ്ഥ, ദാനധർമ്മം, നാമജപം, ഇതുണ്ടാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലെ ദുർചിന്തകൾ മാറും. തീർച്ചയായും. അല്ലാതെ നമുക്ക് നീ ഇന്ന പൂജ ചെയ്യും ഇന്ന വഴി ഇപ്പൊ തന്നെ ഓരോ കാര്യങ്ങളും ലക്ഷക്കണക്കിന് രൂപയാണ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഓരോ പൂജാരിമാർ വാങ്ങുന്നത്. ഇന്ന പൂജ ചെയ്താൽ ഇന്നത് മാറ്റിത്തരാം. ആര് എന്ത് പൂജ ചെയ്താലും അവനവൻ പ്രാർത്ഥിക്കാതെ എന്തെങ്കിലും നടക്കാൻ ഒരു സാധ്യതയില്ല. അത് സ്വയം തന്നെ പ്രാർത്ഥിക്കുക, സ്വയം മനസ്സിൽ ഏകാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ ആർക്കും പൈസ കൊടുത്ത് പൂജ ചെയ്തെന്നും പറഞ്ഞിട്ട് ഇല്ലാന്ന് പറയുന്നില്ല. കൂടുതലും ഞാൻ വിശ്വസിക്കുന്നതാണ് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം. നല്ല കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും. ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ അങ്ങയുടെ ഈ സുബ്രഹ്മണ്യ സ്വാമി സേവാ സമിതിക്ക് കഴിയട്ടെ. ഈ ഇനിയും ഒരുപാട് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പേഴ്സണലായിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടി. അപ്പം നമുക്കത് ഇനി വരും കാലങ്ങളിൽ പ്രേക്ഷകരുമായിട്ട് നമുക്കത് പങ്കുവയ്ക്കാം. ഈ വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് സമയത്താണ് പരിമിതിയുണ്ട്. ഇന്ന് അങ്ങേ ഇനിയിപ്പോൾ വിടാനും എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്കിനി വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ.